ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ ഇന്ന് വളരെ എക്സൈറ്റഡ് ആയിട്ടുള്ളൊരു ദിവസം. ഞാനൊരു സ്ഥലത്തേക്ക് പോകാമെന്ന്, എടുത്തേക്കാന്ന് പോകുന്നത്, എന്തിനാന്ന് പോകുന്നതൊക്കെ ഞാൻ ഈ വീഡിയോൻ്റെ അവസാനമായിട്ട് പറയുന്നുണ്ട്. എൻ്റെ ഫേസ് കണ്ടാലറിയാം ഞാൻ എത്രത്തോളം എക്സൈറ്റഡ് ആണ്, എത്രത്തോളം ഹാപ്പിയാണെന്നുള്ളത്. അപ്പോൾ ഈ വീഡിയോൻ്റെ അവസാനമായിട്ട് എല്ലാം പറയുന്നുണ്ട്. നല്ല മഴയാണ് പുറത്തപ്പോൾ നമ്മൾ പോകുമ്പോൾ മഴയുണ്ട്, എന്നാലും പ്രശ്നമില്ലാന്ന് വിചാരിച്ചും പോകുന്നത് അത്രയും സന്തോഷമുള്ളൊരു കാര്യമായതുകൊണ്ടാണ്. ഇപ്പോൾ പോകുന്നുള്ളത് എൻ്റെ ഉമ്മാൻ്റെ തറവാട്ടിലേക്കാണ്. ഉമ്മാൻ്റെ തറവാട് എന്ന് പറഞ്ഞാൽ ഉമ്മാൻ്റെ ഉമ്മയുള്ള വീട്. അപ്പോൾ എല്ലാവരും കൂടുമ്പോൾ പോകലൊക്കെ ഉണ്ട് ഞാനവിടെ. പക്ഷേ ഇപ്പോൾ പോകുന്നത് വേറൊരു ആവശ്യത്തിനും വേണ്ടിയിട്ടാണ്. അങ്ങനെ സന്തോഷം കൊണ്ടിരിക്കാനും നിൽക്കാനും പറ്റൂല. ആ ഒരു സിറ്റുവേഷനിലാണ് ഞാനിപ്പോൾ ഉള്ളത്. പറഞ്ഞറിയിക്കാൻ പറ്റൂല. ഞാൻ എന്താണെന്ന് അവസാനം പറയുന്നുണ്ട്, സംഭവം എന്താണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ തറവാട്ടിലേക്ക് പോകുന്നുണ്ട് തന്നെ ഒരു ഷോപ്പിലെല്ലാം കയറിയിട്ട് കുറച്ച് സാധനമെല്ലാം വാങ്ങിച്ചിട്ടാണ് ഞാനവിടെ പോകുന്നത്. അവിടെ പിള്ളേരെല്ലാം ഉള്ളതുകൊണ്ട് കുറച്ച് സാധനം വാങ്ങിക്കാമെന്ന് വിചാരിച്ച് കുറച്ച് സാധനമൊക്കെ വാങ്ങിച്ച് അങ്ങനെ ഞാനവിടെ പോകാമെന്ന്. അപ്പോൾ ഇതാണ് എൻ്റെ തറവാട്. തറവാട്ടിലിപ്പോൾ എല്ലാവരും എന്നെ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. ഞാൻ വിളിച്ച് പറഞ്ഞാൽ വരുമെന്ന്. അങ്ങനെ എന്നെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടാവും. അപ്പോൾ ഇതാണ് എൻ്റെ കസിൻ. എൻ്റെ എല്ലാ ചെറുപ്പം മുതലേ ഞങ്ങളൊന്നിച്ചാണ് എല്ലാ കാര്യത്തിനും. ഇപ്പോൾ ഞാനൊരു വീഡിയോ ചാനലിലും തുടങ്ങുന്നെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് എല്ലാവർക്കും സപ്പോർട്ടായിട്ടുണ്ടായതോടെ ഞാൻ ഇങ്ങനെയെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ കാര്യത്തിലോട്ട് കിടക്കുകയാണ്. അപ്പോൾ ഇവിടെയാണ് സർപ്രൈസ് ഉള്ളത്. എൻ്റെ ബെല്ലം പോയത് എല്ലാവർക്കും അറിയാം. ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടെല്ലാം ഉണ്ടായി. ബെല്ലാൻ്റെ വീഡിയോസെല്ലാം ഞാൻ ഇട്ടുണ്ടായി. ബെല്ലാൻ്റെ അമ്മയാണിത്. അപ്പോൾ ഞാൻ ഇടുന്നതാണ് ബെല്ലാനെ കൊണ്ടുവന്നത്. ബെല്ല കുഞ്ഞായിരിക്കുമ്പോൾ ഞാൻ കൊണ്ടുവന്നത്. അപ്പോൾ ബെല്ല പോയപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. സങ്കടം എന്ന് പറഞ്ഞാൽ ഒരു ഡിപ്രഷൻ പോലെ ആ ഒരു സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ടായി. അപ്പോൾ ബെല്ലാൻ്റെ അമ്മ വീണ്ടും പ്രസവിച്ചിട്ടുണ്ടെന്ന് കേട്ടപ്പോൾ കുഞ്ഞിനെ വേണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായി. അപ്പോൾ കുറച്ച് ഉഷാറായപ്പോൾ കൊണ്ടുവരാമെന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ കുറച്ചായിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എടുക്കാൻ വേണ്ടി പോയെന്ന്. എല്ലാവരും നോക്കി, എല്ലാവരും ക്യൂട്ടാണ്. 6 മക്കളുണ്ട്, 6 കുട്ടികളും ക്യൂട്ട് തന്നെയാണ്. എല്ലാവരും എടുത്ത് കൊണ്ടുവരണമെന്ന് നമുക്ക് അത്ര ആഗ്രഹമുണ്ടായി. എല്ലാവരും നല്ല രസമാണ് എല്ലാറ്റിനെയും കാണാൻ. പക്ഷേ എല്ലാവരും അഫോർഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഒരാളെ മാത്രം കൊണ്ടുവന്ന് വിചാരിച്ചിട്ട് ഞാനങ്ങനെ ഫൈനലി സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാം നോക്കി. അങ്ങനെ ഫൈനലി ഞാൻ എൻ്റെ മോനാണ് ഞാൻ കൊണ്ടുവന്നത്. മോനെ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ മോനെയും കൊണ്ട് ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോകാൻ വേണ്ടി ഇറങ്ങാമെന്ന്. അപ്പോൾ ഇതാണ് എൻ്റെ ക്യൂട്ട് ബോയ്. ഇവനാണ് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഇത് തറവാട്ടിലുള്ള പൂച്ചയാണ്. അതും ബെല്ലൻ്റെ അമ്മേൻ്റെ ആദ്യത്തെ പ്രസവത്തിലുണ്ടായ കുഞ്ഞാണ്. അത് അവരെടുത്തിട്ട് വളർത്തിക്കൊണ്ട് അവിടെ ഉണ്ട്. അത് വലിയതായിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ അതും ഈ കുഞ്ഞിനെ കണ്ട് ഇങ്ങനെ നോക്കാം. അപ്പോൾ ഇവിടെ ഞാൻ വരുന്നതെന്ന് പറഞ്ഞിട്ട് ഫുഡെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായി. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് ഞാൻ എൻ്റെ വീട്ടിലേക്ക് എത്തി. ഞാൻ എൻ്റെ മോനെയും കൊണ്ട് എൻ്റെ വീട്ടിലെത്തി. അങ്ങനെ ഇപ്പോൾ ഇണങ്ങിയിട്ടൊന്നുമില്ല. കുറച്ചൊരു 2 ദിവസം എടുക്കും എന്തായാലും ഇണങ്ങാനും നമ്മായിട്ടൊന്ന് പരിചയപ്പെട്ട് വരാനും. ഇപ്പോൾ ഭയങ്കര കരച്ചിലാണ്, കുഞ്ഞല്ലേ. അങ്ങനെ പേടിച്ചിട്ടുണ്ട്. കുറച്ച് 2 ദിവസം കഴിയുമ്പോൾ സെറ്റാവും. അപ്പോൾ ട്രെയിൻ ചെയ്യുന്ന വീഡിയോസും കാര്യങ്ങളെല്ലാം ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും.